രണ്ട്, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പട്ടിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രൂപങ്ങളുള്ള വീട്, രൂപങ്ങളുള്ള വീട്. ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തങ്ങളിനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നഹാ ഖാലത്ത് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اتفل فإذا جرء قلب تحت سريري فقال يا عائشة متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. വരേണ്ട സമയമായിട്ടും അവിടുന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാതെ ഇരുന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദൂതന്മാരെ ഇതുവരെ അവരുടെ വാഗ്ദാനം ലംഘിച്ചിട്ടില്ലല്ലോ. കറക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ജിബ്രീൽ വരാറുണ്ട്. ഇന്നെന്തേ അല്ലാഹ് വാഗ്ദാനം ലംഘിച്ചു കളഞ്ഞത്? അല്ലാഹുവേ, അവിടെ നിന്ന് വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ വയ്യിലിരുന്ന വടി പോലും മുത്തുനബി എടുത്തെറിഞ്ഞു. അപ്പോഴാണ് തന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു നായക്കുട്ടി ഇരിക്കുന്നത് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കട്ടിലിനടിയിൽ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കാണേണ്ട താമസം അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, അല്ലയോ ആയിഷ, ഈ നായ ഇവിടെ ഇരിക്കണ നീ കണ്ടില്ലേ? ഈ നായ ഈ വീടിനകത്ത് കയറി ഇരിക്കുന്നത് കണ്ടില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞില്ല നബിയേ. നബിയെ, ഞാൻ അറിഞ്ഞില്ല നബിയെ, ഞാൻ കൊണ്ടുവച്ചതല്ല, ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല നബിയെ. അപ്പോഴാണ് അല്ലാഹുവേ, ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിനവിടെ നിന്ന് ആട്ടിയിറക്കുകയാണ്.
ആ വീടിന്റെ കട്ടിലിനടിയിലിരുന്ന നായ പടന്ന് പുറത്താക്കുകയാണ്. അതിനെ പുറത്തിറക്കിയതിന് ശേഷമാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ജിബ്രീൽ കടന്നു വരികയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജിബ്രീൽ, എന്നാൽ താങ്കൾ വന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളുടെ വീടിനകത്തുണ്ടായിരുന്ന നായ എന്നത് താങ്കളിലേക്ക് എത്തിക്കുന്നതിനെ തടഞ്ഞു നബിയേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിശ്ചയമായും മലക്കുകൾ നായുള്ള വീട്ടിലും ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ്